ഹലോ മയ്യേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ പീസിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ ചാപ്റ്ററായ 1176 കുറിച്ചിട്ടാണ് ഗൈസ്. നമ്മുടെ ഈ ചാപ്റ്ററിലെ MVP ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും വെഗ പങ്കാന്ന് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ എൽബാഫിലെ അവർക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൽബാഫിലുള്ള രണ്ട് സംഭവങ്ങളാണ് അവരുടെ സ്കൂളും അവരുടെ ലൈബ്രറിയും ഗൈസ്. അത് നമുക്ക് ലാസ്റ്റ് റീസെൻറ്റ് ചാപ്റ്റേഴ്സിൽ അത് തീ പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസ് വന്നിട്ട് അത് നശിപ്പിക്കാൻ വേണ്ടി തീ കൊടുത്തേക്കായിരുന്നല്ലോ. അത് നമ്മുടെ വെഗാപങ്ക് തടഞ്ഞിട്ടുണ്ട് ഗൈസ്. അതായത് ഇന്ത്യയിൽ ഒരു മെഷീൻ ഉണ്ടായി ഗൈസ്, ODC. അതായത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുകയാണെങ്കിൽ ഒമ്നി ഡ്രെയിൻ കൺവേർട്ടർ എന്നാണ് ആ മെഷീൻ്റെ പേര് ഗൈസ്. അത് വെച്ചിട്ട് വെഗാപങ്ക് തീ അണച്ചേക്കാണ് ഗൈസ്. അതായത് നമ്മുടെ എൽബാഫിലത്തെ സ്കൂളും ലൈബ്രറിയും സേഫാണ് എന്ന് വെച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് അവർക്കത്. കാരണം അവരുടെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും വിലപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ ഒഹാറയിലത്തെ ഒരുപാട് ബുക്കുകൾ, അതായത് ഒഹാറയിലത്തെ സ്കോളേഴ്സ് അവരുടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ ബുക്ക് സേവ് ചെയ്തത്. നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. ആ ബുക്ക് ഉൾപ്പെടെ നമ്മുടെ ലൈബ്രറിയിലാണ് ഉള്ളത്. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ അവരുടെ മെയിനായിട്ട് അവർ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് വാറിനെയും കാട്ടി, അതായത് പണ്ടത്തെ കാലത്ത് വെച്ചിട്ട് അവരുടെ ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് അവർ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതാക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സ്കൂളും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത് റീഫാക്കിയത് നമ്മുടെ വെഗാപങ്കാണ്. പിന്നെ ആ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വെഗാപങ്കാണ് ഈ ചാപ്റ്ററിലെ MVP എന്ന് പറയാൻ കാരണം. പിന്നെ ഫ്രാങ്കിക്ക് ഒരു അപ്ഗ്രേഡേഷൻ കിട്ടിയേക്കാണ് ഗൈസ്. അതായത് ഞാൻ റീസെൻ്റായിട്ട് ഞാൻ സ്പോയിലർ വീഡിയോ ചെയ്തപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെഗാപങ്ക് ശരിക്കും ഞാൻ ആ സ്പോയിലറിൽ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഫ്രാങ്കിയുടെ അപ്ഗ്രേഡേഷൻ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് അവൻ്റെ ബോഡിയിൽ മാറ്റങ്ങൾ വരുമെന്നായിരുന്നു. പക്ഷേ അങ്ങനെ അല്ലാണ്ട് ഗൈസ്. അതായത് ഫ്രാങ്ക് ഇത്ര നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കോള വെച്ചിട്ടുള്ള അവൻ്റെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ വെഗാപങ്ക് ആ കോളൊക്കെ ഒരു അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ട് വെഗാപങ്ക് കോള എന്ന് പറഞ്ഞ സംഭവമാണ് കൊടുത്തേക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, തീ അണക്കാൻ ഉപയോഗിച്ചത് ODC എന്ന് പറയുന്ന മെഷീനാണ്. ആ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫയർ അണച്ച ആ എനർജി കൺവേർട്ട് ചെയ്ത ഫയർ അണച്ചത് അങ്ങനെ ആ മെഷീൻ യൂസ് ചെയ്തിട്ട് ഫയർ അണച്ചപ്പോൾ ആ കിട്ടിയ എനർജി കൺവേർട്ട് ചെയ്തിട്ട് ഒരു കോള് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഫ്രാങ്കിക്ക് കൊടുത്തേക്കണം. ആ കോളയെന്ന് പറയുന്നത് ഭയങ്കര പവർ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ പവറും അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതാണ് ഗൈസ് ആ പവർ അപ്ഗ്രേഡേഷൻ ഞാൻ നേരത്തെ സ്പോയിലേഴ്സിൽ പറഞ്ഞത്. പിന്നെ ഗൈസ് നമ്മുടെ ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഗൈസ് നമ്മുടെ സ്കൂളിലെയും ലൈബ്രറിയുടെയും ഭാഗത്ത്. അതായത് നമ്മുടെ ആദ്യം തീ അണക്കാൻ വന്നത് നമ്മുടെ നാമിയും സിയൂസും കൂടിയാണ്. അത് നമ്മുടെ കില്ലിങ്ങാമ് ഒന്ന് തടഞ്ഞായിരുന്നു. അപ്പോൾ അത് വന്ന് തടഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഫ്രാങ്കി ഉണ്ടായി, ജിംബി എത്തിയായിരുന്നു, വെഗാപങ്ക് അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സാഞ്ചിയും വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ജിംബേനെ കണ്ടപ്പോൾ ആ കില്ലിങ്ങാമിന് അവന്മാർക്കുള്ള സ്വഭാവമുള്ള താഴ്ത്തി പറയൽ, അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ അവന്മാർക്ക്. അപ്പോൾ ഇതിൽ നമ്മുടെ ജിംബേനെ കളിയാക്കി ഫിഷ്മാനാണ്, താഴ്ന്ന റേസാണ്, ഞാൻ ഹെൽമെറ്റ് ഇട്ട് നന്നായി, അങ്ങനെ ഇത് ഭയങ്കര മോശമായിട്ട് നമ്മുടെ ജിംബേനെ പറഞ്ഞു. അത് കേട്ടിട്ട് അവരുടെ നക്കാമ വെറുതെ ഇരിക്കും. ഇല്ല, അപ്പോൾ തന്നെ സാഞ്ചി അവനോട് പറഞ്ഞ് നിനക്കുള്ളത് ഞാൻ തരാടാ, നീ എൻ്റെ ഫ്രണ്ടിനെ പറയോടാന്ന്, അതായത് എൻ്റെ നക്കാമേനെ പറയോടാന്ന് പറഞ്ഞിട്ട് നേരെ ഒരു മിന്നൽ വേഗതയിൽ പോയി എന്നാണ് എനിക്ക് തോന്നണം. ചെന്നിട്ട് അവൻ്റെ ഹെൽമെറ്റുള്ള തലക്കിട്ട് ഒരു അടി കൊടുത്ത് അവൻ ആ ഒറ്റ അടി തന്നെ വീണിട്ടുണ്ട് ഗൈസ്. പിന്നെ അവൻ്റെ വാ തുറന്നില്ല. അമ്മാതിരി ഇതാണ് സാഞ്ചിയുടെ നിന്ന് കിട്ടിയത്. പിന്നെ നമ്മുടെ നേരത്തെ നാമിയും സിയൂസ് ഞാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അത് തടഞ്ഞത് ഇവൻ്റെ ഒരു സ്വപ്നത്തിൽ ഒരു പ്രേതത്തിനെ മോൻസറിനെ കൊണ്ടിട്ടാണ്. നമ്മുടെ ജിംബയും ഫ്രാങ്കിയും കൂടിയും അതിനടിച്ചണ്ണാക്കി കൊടുത്തിട്ട് സിയൂസിനെ ഫ്രീ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും മെയിനായിട്ട്, അതായത് ഈ റീസെൻറ്റ് ചാപ്റ്റേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കൺഫ്യൂസിങ് അല്ലെങ്കിൽ നമുക്കിത് എന്താണ് അങ്ങനെ എന്ന് തോന്നിയൊരു സംഭവമാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഡോമി റിവേഴ്സ് അൺലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു ഗൈസ്. ഇത്ര നാളും ഡോമി റിവേഴ്സ് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതായത് ചിലപ്പോൾ ലൂഫിനെ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ലോക്കിനെ കൊണ്ടായിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞു. ശരിക്കും അതൊന്നുമല്ല ഗൈസ്. പക്ഷേ ഈ അൺലോക്ക് ചെയ്യാൻ ഉത്തരം പറഞ്ഞപ്പോഴാണ് അതിലും വലിയ കൺഫ്യൂഷൻ എനിക്ക് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞതെന്ന് അറിയുമോ ഗൈസ്? അതായത് നമ്മുടെ ഡോമി റിവേഴ്സിലുള്ള ആളുകൾക്ക് അവർക്ക് ചില സമയത്ത് കോൺഷ്യസ്നെസ് തന്നെ വരുമല്ലോ. അതായത് ഇപ്പോൾ നമ്മുടെ ഹറാൾഡിനെ എടുത്താലും ഗീസബക്കിനെ എടുത്താലും, അതായത് മുമ്പ് വന്ന നമ്മുടെ ഡോമി റിവേഴ്സിൽ പെട്ടവർക്ക് ചില സമയത്ത് അവർ കോൺഷ്യസ്നെസ് വന്നിട്ട് അവരുടെ അലൈസിനോട്, അതായത് ഇപ്പോൾ നമ്മുടെ സബക്കാണെങ്കിൽ റോജറിനോടും ഗാർപ്പിനോടും അല്ലെങ്കിൽ ഹറാൾഡ് ആണെങ്കിൽ ലോക്കിനോടും മോനോടൊക്കെ പറഞ്ഞ പോലെ എന്നെ കുന്നേക്കാൻ പറയുന്ന പോലെ ഇവർക്ക് ചില സമയത്ത് വന്ന പോലെ ഇവർക്കും വന്നു. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും, അതായത് ഇവർ എൽബാഫിൻ്റെ വാരിയേഴ്സാണല്ലോ, അവർക്ക് ആ പ്രൗഡ് ഉണ്ടല്ലോ,
അപ്പോൾ ഇവരുടെ പ്രൗഡിന് കോട്ടം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഇതിന് എൽബാഫിൻ്റെ വാരിയസിൻ്റെ ആ ഒരു ഇത് കോട്ടം തട്ടുന്ന രീതിയിലുള്ള അവർക്ക് ഇപ്പോൾ ഈ ഡോമിറിവേഴ്സിൽ പെട്ടേക്കുന്നത്. അപ്പോൾ അവർ അങ്ങോട്ട് പറയണം നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് അപ്പം തന്നെ ചെറിയ രീതിയിൽ കുറച്ച് 1-2-3 കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. പക്ഷേ അവർക്ക് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം തന്നെ മനസ്സിലായി. അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം രണ്ടുപേരും ഓരോരുത്തരുടെ, അതായത് ബ്രോഗിയുടെ അതായത് ബ്രോഗി ഡോറിയുടെയും കൂടി രണ്ടുപേരെയും തല വെട്ടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ തന്നെ കുറേ പേര്, അതായത് ഇവരുടെ ഒരു ക്യാപ്റ്റനാണല്ലോ, അപ്പോൾ ക്യാപ്റ്റൻ ബ്രോഗിന്ന് പലരും സൈഡിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ഗൈസ് നമ്മൾ ഞെട്ടണ ഒരു സംഭവം നടക്കുന്നത്. വേറെ ഒന്നുമല്ല, ഇവരുടെ തല ഫ്ലിപ്പാവുകയാണ്. അതായത് ഓൾറെഡി മറ്റേ ഇവർ ഡോമിറിവേഴ്സി വരുമ്പോൾ ഫ്ലിപ്പാവുമല്ലോ, അതുപോലെ തന്നെ ഫ്ലിപ്പായിട്ട് ഇവർ നേരെ ഇവരുടെ ശരിക്കുള്ള കോൺഷ്യസ്നെസ്സിലേക്ക് ഇവർ തിരിച്ചു തന്നെയാണ്. അതായത് ഇവർ ചത്ത ആൾക്കാർ ശരിക്കും ജീവിക്കുകയാണ്. അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ കാര്യമായിപ്പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഇവർ ചത്ത് ഡെഡായിക്കാണ് ഇവർ ഡെഡായെന്നുള്ള. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെബക്കും നമ്മുടെ ഹാളാളുടെ ഒക്കെ റിട്ടേൺ വരേണ്ടതാണ്. അവർ ചത്ത് ചെയ്യുമ്പോൾ ഇത് അവർ വന്നില്ല. പക്ഷെ ഇവർ വന്നു ഗൈസ്. അതായത് ശരിക്കും ഇവരുടെ ഡോമിറിവേഴ്സ് ബ്രേക്കായി ഗൈസ്. ഇവരുടെ ഡോമിറിവേഴ്സ് ബ്രേക്കായി. പക്ഷെ അത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും അത് എങ്ങനെയാണെന്നൊരു പിടി കിട്ടുള്ളൂ. എന്തായാലും എൻ്റെ ഒരു ഇതനുസരിച്ച് ഒരിക്കലും ഇവരെ കൊന്നതുകൊണ്ട് ഇവർ റിട്ടേൺ അത് വരും എന്ന് ഞാൻ വിചാരിക്കില്ല. കാരണം ഓൾറെഡി നമുക്കറിയാലോ സെബക്കിൻ്റെയും ഹാരൾഡിൻ്റെയും കാര്യം. വേറെ എന്തോ കാര്യം അവിടെ ഹൈഡ് ചെയ്യേണ്ടെന്ന് ഉറപ്പാണ്. പക്ഷെ അതെന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല. എനിക്കൊന്ന് ഇത്രയും കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇത്രയും എന്താണെന്നൊരു പിടി കിട്ടാത്തത് റീസെൻറ്റ് ചാപ്റ്റേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നൊരു സംഭവം വന്നേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതിന് വന്ന ചാപ്റ്റേഴ്സിൽ നമുക്കത് മനസ്സിലാവുമായിരിക്കും. ആകെ എനിക്ക് ഇതിൽ തോന്നിയതെന്ന് പറഞ്ഞാൽ മറ്റേ ഇവർ രണ്ടുപേരും കൂടി ഡോമിറിവേഴ്സ് ആയ ആൾക്കാരുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും ഇത് ചെയ്യുന്നത്, കൊല്ലുന്നത്. ഇപ്പം അതുകൊണ്ടാണോ, പക്ഷെ അതെനിക്ക് ആവുമെന്ന് തോന്നണില്ല. ഒട്ടും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും നമുക്ക് നോക്കാം. വരും ചാപ്റ്ററിലൊക്കെ നമുക്ക് എന്തായാലും മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. താങ്ക് യു. ബൈ.